പല ആളുകളും പലരോടും തമാശക്കാണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളെ കാണുമ്പോൾ പ്രായത്തിനേക്കാൾ കൂടുതൽ ഏജ് തോന്നുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷെ തമാശക്കാണെങ്കിലും ഓപ്പോസിറ്റ് ആളുകളുടെ മനസ്സൊന്ന് തകർന്നു പോകില്ല അത് കേൾക്കുന്ന സമയത്ത്. ഏജിങ് എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് നിർത്താനായിട്ട് പറ്റില്ല. ഒരു 30 വയസ്സാകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ ധാരാളം സൈലന്റ് ആയിട്ടുള്ള കുറെ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ടല്ലേ. ശരീരത്തിൽ കൊളാജൻ നന്നായിട്ട് കുറഞ്ഞു വരും, സ്കിൻ നന്നായിട്ട് ഡൾ ആയിട്ട് വരും, ഫൈൻ ലൈൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഒരു 4 കാര്യങ്ങള് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തി വരികയാണെങ്കിൽ വിതിൻ 1 മാസം അല്ലെങ്കിൽ 2 മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം തീർച്ചയായിട്ടും കാണാനായിട്ട് പറ്റും. കാരണം നമ്മുടെ ഫൈൻ ലൈൻസ് പതുക്കെ പതുക്കെ കുറഞ്ഞിട്ട് ഉള്ളിൽ നിന്നൊരു ഗ്ലോ എന്ന് പറയില്ലേ, അത് പതുക്കെ വരാനും അതുപോലെ നമ്മുടെ ഏജിങ്ങിനെ പതുക്കെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ വളരെയധികം സഹായിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളാണ്. എഗെയിൻ ഞാനോട് പറയാണ്, ഒരു ദിവസം കൊണ്ട് മാജിക് സംഭവിക്കും എന്നല്ലാട്ടോ ഞാൻ പറയുന്നത്. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കുറച്ച് ക്ഷമ വെച്ച് ചെയ്യേണ്ട വേണം. എന്നാൽ മാത്രമേ ഈ ഒരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള സിമ്പിൾ ഹാബിറ്റ്സ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എൻ ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ആയുഷ് ശക്തി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഏജിങ്ങിനെ ഫാസ്റ്റ് ആക്കുന്ന കുറച്ച് കാരണങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് കൊളാജൻ നന്നായിട്ട് കുറഞ്ഞു വരിക. ഇപ്പൊ ശരീരത്തിൽ കൊളാജൻ കുറയുന്ന സമയത്ത് എന്താ ഉണ്ടാകുക? സ്കിൻ നന്നായിട്ട് ലൂസ് ആകും അല്ലേ. സ്കിൻ ലൂസ് ആകുന്ന സമയത്ത് ഫൈൻ ലൈറ്റ്സും ചുളിവുകളൊക്കെ പെട്ടെന്ന് വരാനുള്ള വളരെയധികം സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാരണം നോക്കുകയാണെങ്കിലാണ് ഇൻഫ്ലമേഷൻ, അതായത് എന്തെങ്കിലും നീർക്കെട്ട് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക. ഈ നീർക്കെട്ട് എന്തുകൊണ്ടാണ് ഉണ്ടാകുക? ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് സ്ട്രെസ് ഉണ്ട്, എപ്പോഴും നന്നായിട്ട് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഉറക്കക്കുറവ്, ഉറക്കം തീരെയില്ല, ഇത്തരത്തിലുള്ള ആളുകളുടെ ഫേസ് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. എപ്പോഴും സ്കിൻ ഇങ്ങനെ ഡൾ ആയിട്ടാണ് ഇരിക്കുക, ഒരു പ്ലസന്റ് ആയിട്ട് ഇരിക്കില്ല അവരുടെ. അതുപോലെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് പിഗ്മെന്റേഷൻസും പിമ്പിൾസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാകാനുള്ള ചാൻസസും ഉണ്ട്. മൂന്നാമത്തെ ഒരു കാരണമാണ് ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും കിട്ടാതാകുമ്പോഴും നമുക്ക് ആ ഒരു ഫേസിലെ ഗ്ലോ പതുക്കെ പതുക്കെ പോവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള കുറച്ച് കാരണങ്ങൾ. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കാതിരിക്കുമ്പോഴും ഹൈഡ്രേഷൻ കുറഞ്ഞിട്ടും ആ ഒരു സ്കിന്നിലത്തെ ഗ്ലോ പതുക്കെ കുറയാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് കുറച്ച് കാരണങ്ങള്. ഇനി ഇതിനെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഫുഡാണ് ഇനി ഞാൻ പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ ആദ്യത്തെ റെമഡിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും, പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇതിനായിട്ട് നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് 4 ബദാം ഉണ്ടല്ലോ, 4 ബദാം എടുക്കുക. 4 മാത്രം എടുത്താൽ മതി, കൂടുതലാകണം എന്നൊന്നുമില്ല. മാക്സിമം ഒരു 5 ഇതെടുക്കുക. 2 വാൾനട്ട് മതി. എഗെയിൻ കൂടുതലാകാതിരിക്കുക. ഒരു ദിവസത്തിന് നിങ്ങൾ 5 വാൾനട്ടിനേക്കാൾ കൂടുതൽ കഴിക്കാതിരിക്കുക. 4 ബദാമും 2 വാൾനട്ടും കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇടുക. രാവിലെ നിങ്ങൾ എഴുന്നേറ്റിട്ട് കുറച്ച് വെള്ളമൊക്കെ വെറും വയറ്റിൽ കുടിച്ചതിന് ശേഷം ബദാമിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെറും വയറ്റിൽ ഇത് ചവച്ചരച്ച് കഴിക്കാനായിട്ട് നോക്കുക. ഇത് നിങ്ങൾ നിത്യമായിട്ട് നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഇതിൽ റിച്ച് ആയിട്ട് വൈറ്റമിൻ ഇ അതുപോലെ തന്നെ ഒമേഗ 3 എന്ന് പറയുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനെ ഉള്ളിൽ നിന്ന് റിപ്പയർ ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 2 ആഴ്ച നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. 1 മാസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ വിസിബിൾ ആയിട്ടുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. സിമ്പിൾ ആണ്, പക്ഷെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആന്റി ഏജിങ് കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യം, നെല്ലിക്ക. നിങ്ങൾ ദിവസവും രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണത്തിന് ഒരു 2 മണിക്കൂറിന് ശേഷമോ ഒരു നെല്ലിക്ക നിങ്ങൾ ചെറുത് ചവച്ചരച്ച് കഴിക്കാനായിട്ട് നോക്കുക. ഇനി ചവച്ചരച്ച് കഴിക്കാനായിട്ട് പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് അടിച്ച് കുടിക്കാം. ജ്യൂസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും 4-5 നെല്ലിക്കൊന്നും എടുത്ത് ജ്യൂസ് അടിച്ച് കുടിക്കരുത് കേട്ടോ. കാരണം അത് കുറച്ച് കൂടുതലായിട്ട് മാറി നിങ്ങളുടെ ഷുഗർ ഒക്കെ പെട്ടെന്ന് ഡ്രോപ്പ് ആകാനും ചാൻസസ് ഉണ്ട്. ഒരു നെല്ലിക്ക ചെറിയ പീസസ് ആക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ജ്യൂസ് അടിച്ചിട്ട് അരിക്കാതെ കുടിക്കുക. അരിക്കുന്ന സമയത്ത് അതിന്റെ ഫൈബർ ഫുള്ള് പോവാണ് ചെയ്യുക. അപ്പൊ ആ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അരിക്കാതെ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന് 2 മണിക്കൂർ ശേഷമോ നിങ്ങൾക്ക് കഴിക്കാം. എന്നും നിത്യമായിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. വൈറ്റമിൻ സി ലോഡഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലത്തെ കൊളാജനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെല്ലിക്ക. ഇനി ഇപ്പൊ നിങ്ങൾക്ക് നെല്ലിക്ക കഴിക്കാനായിട്ട് പറ്റാത്ത ഒരാളാണ്, ഞാൻ എന്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നെല്ലിക്ക ഗുണം എന്നുള്ളത് പോലെ തന്നെ അത് കുറച്ച് ദോഷം ചില ആളുകൾക്ക് ഉണ്ടാക്കും. അതായത് കിഡ്നിയിൽ പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അങ്ങനെ പറയുന്ന കുറെ കണ്ടീഷൻസിൽ നെല്ലിക്ക കഴിക്കാൻ പറ്റാത്തവരുണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ആണ് ക്യാരറ്റിന്റെയും ബീട്രൂട്ടിന്റെയും ജ്യൂസ്. ഇത് നിങ്ങൾ കഴിക്കേണ്ടത് പലരും കഴിക്കാറുണ്ട് കേട്ടോ. അതായത് ABC ജ്യൂസ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ട് ഇപ്പൊ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബീട്രൂട്ട്, ഒരു 1/4 പീസ് ബീട്രൂട്ടും ഒരു ഫുള്ള് ക്യാരറ്റും എടുത്തതിന് ശേഷം അതിൽ വേണമെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇടാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് ആക്കുക.
എഗെയിൻ ഇതും അരിക്കരുത്. അരിക്കുന്ന സമയത്ത് ഇതിന്റെയും പല ന്യൂട്രീഷൻസ് പോവാണ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെറും വയറ്റിലും കഴിക്കാം. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പൊ ഈ പറയുന്ന രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നെല്ലിക്കയുടെ ജ്യൂസ്, ഒരു ദിവസം ബീട്രൂട്ടിന്റെയും ക്യാരറ്റിന്റെ ജ്യൂസ്, അങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ടും കഴിക്കാം. നല്ലൊരു ഓപ്ഷൻ കൂടി തന്നെയാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് പച്ച ഇലക്കറികൾ. ആഴ്ചയിലുണ്ടല്ലോ നിങ്ങൾ ഒരു 3 ദിവസമെങ്കിലും ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇവയിൽ അയേൺ, അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസ് പോലെയുള്ള ധാരാളം വൈറ്റമിൻസും മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിനെ ഡൾനെസ് നന്നായിട്ട് കുറച്ചിട്ട് ഒരു ഗ്ലോയിങ് നന്നായിട്ട് കൂട്ടാനായിട്ട് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കേട്ടോ. ഏജിങ് നന്നായിട്ട് റിവേഴ്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇലക്കറികൾ നിത്യമായിട്ടും അല്ലെങ്കിൽ ആഴ്ചയിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 ദിവസമെങ്കിലും ഇലക്കറികൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവയും കൂടി നിങ്ങൾ അവോയ്ഡ് ചെയ്യണം. ഒന്നാമത്തെ ഒരു കാര്യമാണ് ഷുഗർ. പഞ്ചസാര അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ചോക്ലേറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പാക്കറ്റ് ഫുഡ് ഐറ്റംസ്, ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, ഓയിലി ആയിട്ടുള്ള കാര്യങ്ങൾ, ഉപ്പിന്റെ ഉപയോഗം കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അവയും നന്നായിട്ട് ഒഴിവാക്കണം. ചായയും കാപ്പിയൊക്കെ കൂടുതലായിട്ട് കുടിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ചായയും കാപ്പി കുടിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ദിവസത്തിൽ ഒരു വട്ടം, മാക്സിമം പോയി കഴിഞ്ഞാൽ 2 വട്ടം, അതും ക്വാണ്ടിറ്റി വളരെയധികം കുറച്ചിട്ട്. ചില ആൾക്കാർ വലിയൊരു കപ്പ് വരെ ഇങ്ങനെ എടുത്ത് കുടിക്കുന്നവരുണ്ട്. അങ്ങനെയൊന്നും കുടിക്കരുത്. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഷുഗർ ഒക്കെ കുറച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ കുടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ചായയും കാപ്പിക്ക് പകരമായിട്ട് ഗ്രീൻ ടീ പോലെയുള്ള കാര്യങ്ങൾ റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഗ്രീൻ ടീയിലും നല്ല രീതിയിൽ ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നല്ലൊരു സോഴ്സും കൂടിയാണത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. പിന്നെ മറ്റ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് വെള്ളം. ദിവസത്തിൽ 2.5 മുതൽ 3 ലിറ്റർ അത് നിർബന്ധമാണ്. ഉറക്കം മിനിമം ഒരു 6 മുതൽ 7 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കം എന്ന് പറയുമ്പോണ്ടല്ലോ ചിലര് 2 മണിക്ക് കിടന്നുറങ്ങിയിട്ട് രാവിലെ 10 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നവരുണ്ട്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. മാക്സിമം ഒരു 11 മണിക്കെങ്കിലും ഉള്ളിൽ നിങ്ങൾ ഉറങ്ങാനായിട്ടും കൂടി ശ്രദ്ധിക്കുക. വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ പോസിബിൾ ആണെങ്കിൽ ശ്രദ്ധിക്കുക, ഒരു 11 മണിക്കെങ്കിലും ഉള്ളിൽ ഉറങ്ങാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. ഉറങ്ങുന്നതിന് മുന്നേ ഫോൺ പോലെയുള്ള കാര്യങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂറിന് മുന്നേ നിങ്ങൾ ഒഴിവാക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഇത്രയും പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ പുറമെ കുറെ ക്രീമൊക്കെ വാരി തേച്ചുകൊണ്ട് യാതൊരു പ്രയോജനമൊന്നും ഇല്ല. ഉള്ളിൽ നിന്നുള്ള ന്യൂട്രീഷനും ഹൈഡ്രേഷനും അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് അങ്ങനെയല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരു മാസം നിങ്ങൾ ചെയ്തു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിക്കും ആ ഒരു വ്യത്യാസം. അപ്പൊ തീർച്ചയായിട്ടും ഇന്നു മുതലേ തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സിമ്പിൾ ആണ്, എല്ലാവർക്കും ചെയ്യാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.